കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ, സി പി എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെയും എം.എ. ബേബിയുടെയും പാർട്ടി, അങ്ങനെ പറഞ്ഞാൽ EMSൻ്റെ പാർട്ടി. അവർ സ്റ്റാലിനിസ്റ്റുകളാണ് എന്ന് പരസ്യമായി പറയുന്നത് ഞാനല്ല. അവരോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചിരിക്കുകയും ഒരു ബദൽ രേഖയുടെ പുറത്ത് M.V. രാഘവൻ കൊണ്ടുവന്ന ബദൽ രേഖയുടെ പുറത്ത്, അത് നയനാർ കൊണ്ടുവന്ന ബദൽ രേഖ M.V. രാഘവൻ എൻഡോഴ്സ് ചെയ്തതിൻ്റെ പേരിൽ, നയനാർ കാലുമാറിയതിൻ്റെ പേരിൽ, തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ നയനാരെ കൂടെയും M.V. രാഘവൻ്റെ കൂടെ നിന്നിട്ട് കാലുമാറിയതിൻ്റെ പേരിൽ CP ജോൺ എന്ന് പറയുന്ന അന്ന് SFIയുടെ വലിയ നേതാവായിട്ടുള്ള അദ്ദേഹം CMP എന്ന് പറയുന്ന M.V. രാഘവൻ്റെ പാർട്ടിയുടെ കൂടെ നിന്നു. അതിൻ്റെ CP ജോണാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് സ്റ്റാലിനിസമാണ് CPM കൊണ്ട് നടക്കുന്നത്. അതുപോലെ K. വേണുവിൻ്റെ, അതായത് ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തെ സ്നേഹിക്കുകയും ഇടതുപക്ഷ ബുദ്ധിജീവികളെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെ അഭിപ്രായമാണ്, അല്ലാതെ ഞാനിവിടെ ഇരുന്നു കൊണ്ട് ചാനലിൽ കണ്ടുപിടിക്കുന്നൊരു അഭിപ്രായമല്ല. എന്തായാലും പ്രവൃത്തി കൊണ്ടൊരു സ്റ്റാലിനിസം എപ്പോഴും CPMലുണ്ട്. അവർ ധരിച്ചു വച്ചിരിക്കുന്നത് CPI ആണ് പിളർന്നു പോയെന്നാണ്. അല്ല, CPയിൽ നിന്ന് പിളർന്നു വന്നത് CPM ആണ്. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 7 പേര്, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നൊക്കെ 7 പേര്, ബസവ പുന്നയ്യ അടക്കമുള്ള, EMS അടക്കമുള്ള, സുന്ദരയ്യ അടക്കമുള്ള 7 പേര് പുറത്തിറങ്ങി വന്ന് വേറെ പാർട്ടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. EMSൻ്റെ, അത് EMSൻ്റെ ഒരു ബുദ്ധിയായിരുന്നു. വേറെ പാർട്ടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ വേറൊരു പാർട്ടി ഉണ്ടാക്കിയ, EMS നേതൃത്വത്തിലുണ്ടാക്കിയ പാർട്ടിയാണ്. പക്ഷേ വളർന്ന്, അവർ പല കാരണങ്ങൾ കൊണ്ട് അവൾ വളർന്നു. ആ വളർച്ചയുടെ ഒരു കാരണമെന്ന് പറയുന്നത് സ്റ്റാലിനിസം തന്നെയാണ്. ഗൗരിയമ്മയെ പുറത്താക്കി TV തോമസ് എന്ന് പറയുന്ന സ്വന്തം ഭർത്താവ് മറ്റൊരു പാർട്ടിയിൽ CPIയിൽ പോയതിൻ്റെ പേരിൽ ഇവരെ CPMൽ നിൽക്കുന്ന സമയത്ത്, മരണസമയത്ത് പോലും, മരിക്കുന്നതിന് മുമ്പ് കാണാൻ അനുവദിച്ചു. പക്ഷേ അതിന് തൊട്ട് മുമ്പ് പോലും ഭാര്യാഭർത്തൃ ബന്ധം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത സ്റ്റാലിനിസം കാണിച്ചൊരു പാർട്ടി ഗൗരിയമ്മയെ പുറത്താക്കി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ബദൽ രേഖ കൊണ്ടുവന്നത് നയനാരും സംഘമാണെങ്കിലും ബദൽ രേഖയുടെ രക്തസാക്ഷിയായത് M.V. രാഘവനാണ്. 1965 മുതൽ EMSൻ്റെ ലൈനിൽ വന്ന് ചിന്തിച്ചാൽ മുസ്ലിം ലീഗുമായിട്ട് വലിയ തോതിലാണ് അകത്തും പുറത്തും സഖ്യമുണ്ടാക്കിയിട്ടുള്ളത്. മുസ്ലിം ലീഗുമായിട്ട് 65 മുതൽ ഉണ്ടാക്കിയ സഖ്യം, ജനസംഘവുമായിട്ടുണ്ടാക്കിയ, പിന്നെ ഉണ്ടാക്കിയ സഖ്യം, ജനതാ പാർട്ടിയായിട്ടുണ്ടാക്കിയ സഖ്യം, ഇതെല്ലാം CPM ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു ബദൽ രേഖയുടെ വക്താവ് എന്നുള്ള രീതിയിൽ ഒരു രക്തസാക്ഷിയാക്കാൻ കിട്ടി. അതിൽ പറഞ്ഞു കേൾക്കുന്ന ചില ഉപശാല കഥകളുണ്ട്. AKG സെൻറ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കഥകളുണ്ട്. അത് ഇപ്പോൾ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. കാരണം ഒരു പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കണം. അത് ചില വ്യക്തികളുടെയും ചില പാർട്ടിയിലെ ചില വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെയും, അത് ആ വ്യക്തിവൈരാഗ്യത്തിൽ ചില സ്ത്രീകളും കൂടി ഉണ്ടെന്ന് വെച്ചോളൂ. പാർട്ടിയിൽ ഉള്ള ചില സ്ത്രീ നേതാക്കളും ഉണ്ടെന്ന് വെച്ചോളൂ. 1-ാം കിടയോ 2-ാം കിടയോ 3-ാം കിടയോ 3-ാം തരത്തിലൊക്കെ നിൽക്കുന്ന നേതാക്കളുണ്ടെന്ന് വെച്ചോളൂ. ഇവരുടെയൊക്കെ തമ്മിലുള്ള കുടിപ്പകയുടെയും പരസ്പര ധാരണയില്ലായ്മയുടെയും പുറത്താണ് M.V. രാഘവന് രക്തസാക്ഷിയാകേണ്ടി വന്നത്. അപ്പോഴും സ്റ്റാലിനിസം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് സുരേഷ് കുറുപ്പ് മന്ത്രിയാകേണ്ട ആളാണ്, SFIയുടെ വലിയ നേതാവായ ആളാണ്. പക്ഷേ സുരേഷ് കുറുപ്പും ഈ സ്റ്റാലിനിസത്തിൽ വീണുപോയി. അച്യുതാനന്ദൻ്റെ കൂടെ നിന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പിരപ്പങ്കോട് മുരളി അടക്കമുള്ള ഒരുപാട് ആളുകൾ ഈ സ്റ്റാലിനിസ്റ്റ് സംവിധാനത്തിൽ വീണുപോയി. ഇപ്പോൾ ഇതാ അതിൻ്റെ മറ്റൊരു ഇരയായിരുന്നു TP ചന്ദ്രശേഖരൻ. പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നത് തൻ്റെ ശരീരമാണ്. അദ്ദേഹത്തിന് TPക്ക് കൊടുക്കേണ്ടി വന്നത് 51 വെട്ടാനായി തൻ്റെ ശരീരമാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന് രക്തസാക്ഷിയാകേണ്ടി വന്നത്. അവിടെയും RMP എന്നൊരു പുതിയ പാർട്ടിയും ഉണ്ടായി. അപ്പോൾ CPIയിൽ നിന്നും CPM ഉണ്ടായി. CPMലെ കുറച്ച് പേര് പോയി CMP ഉണ്ടാക്കി. CPMലെ കുറച്ച് പേര് വിട്ടുപോയി RMP ഉണ്ടാക്കി. ഇതെല്ലാം ഞാൻ പറഞ്ഞത് പുതിയൊരു പാർട്ടി വരികയാണോ ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നറിയാനാണ്. സുധാകരൻ എന്ന് പറയുന്ന ഇന്ന് CPMൽ ജീവിച്ചിരിക്കുന്ന വെള്ളിയാഴ്ച വ്യവസ്ഥ അറിയാമെന്നുള്ള തലയിൽ ഓളമുള്ള സീനിയർ നേതാക്കളിൽ പ്രധാനപ്പെട്ട ആൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എവിടെയാണ് സീനിയർ ആകുമ്പോൾ എടുത്ത് കളയുന്നത്? ഏറ്റവും പ്രായം കൂടിയ ആളുകളെ, ത്യാഗം കൂടിയ ആളുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതല്ലേ മാർക്സിയൻ തിയറി. പക്ഷേ 70 വയസ്സ് കഴിഞ്ഞുപോയി എന്നുള്ള കാരണത്താൽ സുധാകരനെ തള്ളിപ്പറഞ്ഞു. അങ്ങനെ സുധാകരനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നേരെ എടുത്ത് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കാണ് അടിക്കുന്നത്.
ആ സുധാകരൻ്റെ അടുത്തും സ്റ്റാലിനിസം കാണിച്ചു. സുധാകരൻ ഇപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്കും പോകാതെ സ്വതന്ത്രനായി അമ്പലപ്പുഴ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കാനായി ഇന്നലെ CS സുജാത അടക്കമുള്ള CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി നേതാവായിട്ടുള്ള CS സുജാതയും ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി നാസർ അടക്കമുള്ള ജില്ലാ കമ്മിറ്റിയിലെ 8-10 സെക്രട്ടേറിയറ്റ് മെമ്പർമാരെല്ലാം കൂടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ സാഷ്ടാംഗം അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, സുധാകരൻ സഹാവേ, ഞങ്ങൾക്കെതിരെ നാളെ ഒന്നും പറയരുത്, ആ ഉറപ്പ് തരണം. അങ്ങനെ ഒന്നും ഇന്ന് പറയില്ല എന്ന് പറഞ്ഞു. സുധാകരൻ്റെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇപ്പോഴും അദ്ദേഹം പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ചിട്ടില്ല, അദ്ദേഹം കോൺഗ്രസ്സിൽ പോകാൻ തയ്യാറല്ല, കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമില്ല, അങ്ങോട്ട് അഭ്യർത്ഥിച്ച ആവശ്യമില്ല, ഇനി ഇങ്ങോട്ട് തരുവാണെങ്കിൽ മേടിക്കുമെന്നറിയില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ മരിക്കും, കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ ശിഷ്ടകാലവും ജീവിക്കും, അമ്പലപ്പുഴയിൽ മത്സരിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത പുറത്താക്കൽ, ഇനിയിപ്പോൾ പുറത്താക്കാൻ അദ്ദേഹം മെമ്പറല്ല, അകത്തല്ല, കാരണം മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. അപ്പോൾ അകത്തല്ലാത്ത ഒരാളിനെ ഇനി പുറത്താക്കുന്നത് എങ്ങനെയെന്ന് അറിയത്തില്ല. എന്തായാലും പുകഞ്ഞ കൊള്ളി പുറത്ത്, അടുത്ത സുധാകരൻ പുറത്ത്. ഇനി മറ്റൊരാൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്രാവശ്യം കൂടെ സീറ്റ് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ചാടാനുള്ള സാധ്യതയുണ്ട്. മറ്റാരുമല്ല, സാക്ഷാൽ ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹം വളരെ കൃത്യമായി അച്യുതാനന്ദനോടൊപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിണറായി പക്ഷത്തേക്ക് പോയി. ബദൽ രേഖ സമയത്ത് അവിടെ ഇവിടെയൊക്കെ നിന്ന് അവസാനം പാർട്ടിക്കൊപ്പം നിന്നു. മറ്റൊരു നാലാം ലോകത്തിൻ്റെ ഒരു ബദൽ രേഖയിലെ നാലാം ലോകത്തിൻ്റെ ഒരു സിദ്ധാന്തം വന്നപ്പോൾ ഡോക്ടർ എം പി പരമേശ്വരനെ അടക്കമുള്ള ആളുകൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് നഷ്ടപ്പെടുകയും അവിടെ തലമുടി നാലിഴയ്ക്ക് തോമസ് ഐസക് ചാടി പാർട്ടിയോടൊപ്പം കയറി നിന്ന് വീണ്ടും രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ഇനി അദ്ദേഹത്തിനും സീറ്റ് കൊടുക്കാതിരുന്നാൽ അടുത്ത സ്റ്റാലിനിസം വരുന്നത് തോമസ് ഐസക്കിൻ്റെ നേർക്കാണോ എന്നും അറിയില്ല. സ്റ്റാലിനിൻ്റെ പ്രേതം KK ശൈലജയുടെ നേരെ കഴിഞ്ഞ വർഷമേ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷം മുമ്പ് തന്നെ വന്നു. ഇപ്രാവശ്യം അവരെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് വലിച്ചെറിയുന്ന രീതിയിൽ കേരളത്തിൽ സ്റ്റാലിൻ്റെ പ്രേതം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ജനാധിപത്യം എന്ന് പറയുന്നത് ചുണ്ണാമ്പിലും പോലും തൊട്ട് തേച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് സ്റ്റാലിൻ്റെ പ്രേതം കയറി പ്രവർത്തിക്കും. അത് ചില വ്യക്തികളിലായിരിക്കും, ചിലപ്പോൾ ഒരു കൂട്ടം വ്യക്തികളിലായിരിക്കും. സ്റ്റാലിൻ്റെ പ്രേതം പ്രവർത്തിക്കുന്നതോടുകൂടി അവർ സ്റ്റാലിനിസത്തിലേക്ക് പോകും. അതോടുകൂടി ജനാധിപത്യവുമില്ല, മറ്റൊരാളിനെ അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല. കൂടെ നിൽക്കുന്നവർ കൊള്ളാം, കൂടെ നിൽക്കുമ്പോൾ സ്നേഹിച്ചു കൊല്ലും, മാറി നിൽക്കുമ്പോൾ എതിർത്ത് കൊല്ലും. എന്തായാലും കൊല ഉറപ്പാണ്. ആ കൊലയിലെ അവസാനത്തെ ഞെട്ടറ്റ് ഇന്ന് അറ്റ് വീണിരിക്കുന്ന ഒരു വലിയ കൊലയാണ്, വലിയ ഒരു ഫലമാണ് സുധാകരൻ. ഇന്ന് ആലപ്പുഴയിൽ ഇപ്പോൾ പത്രസമ്മേളനം നടക്കുന്നു. നാളെ ഇനി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമോ, സ്വതന്ത്രനായിരിക്കുമോ, ഇനി മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി കേരളത്തിൽ ആലപ്പുഴ കേന്ദ്രീകരിച്ച് രൂപം കൊള്ളുമോ? അങ്ങനെയാണെങ്കിൽ പുന്നപ്രയുടെയും വയലാറിൻ്റെയും മണ്ണിൽ വീണ്ടും ഒരു പാർട്ടി കൂടി കേരളത്തിൽ രൂപപ്പെടുന്നു. അതോ സ്വതന്ത്രമായി നിന്ന് ആരെല്ലാം സഹായിക്കുമോ അവരുടെ എല്ലാം സഹായം വാങ്ങുന്ന രീതിയിൽ സുധാകരൻ വീണ്ടും അസംബ്ലിയിലേക്ക് വരുമോ?